നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് കടുത്ത തിരിച്ചടിയായി UAE സ്വദേശിവൽക്കരണം കൂടുതൽ ശക്തമാക്കുന്നു. സ്വദേശിവൽക്കരണ പദ്ധതിയായ നാഫിസിന്റെ അർദ്ധവാർഷിക ലക്ഷ്യം പൂർത്തിയാക്കാനുള്ള അവസാന തീയതി ഈ മാസം 30-നാണ്. ഈ സമയം നിശ്ചിത എണ്ണം സ്വദേശികളെ നിയമിക്കാത്ത കമ്പനികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് അധികൃതരുടെ തീരുമാനം. ഇതിനായി അടുത്ത മാസം 1 മുതൽ പരിശോധന കർശനമാക്കും. വീഴ്ച വരുത്തുന്നവർക്ക് ആദ്യ തവണ 1 ലക്ഷം ദിർഹം പിഴ ചുമത്താനാണ് തീരുമാനം. ആവർത്തിക്കുന്നവർക്ക് 3 ലക്ഷവും വീണ്ടും ആവർത്തിക്കുന്നവർക്ക് 5 ലക്ഷം ദിർഹം വീതം പിഴ ചുമത്തും. 50 അതിൽ കൂടുതലോ ജീവനക്കാരുള്ള കമ്പനികൾ വർഷത്തിൽ 2% സ്വദേശിവൽക്കരണം നടപ്പാക്കണമെന്നാണ് നിയമം. എന്നാൽ കമ്പനികളുടെ സൗകര്യാർത്ഥം 6 മാസത്തിൽ ഒരിക്കൽ 1% വീതം സ്വദേശികളെ നിയമിച്ചാൽ മതിയെന്നാക്കി. ജൂൺ ഡിസംബർ മാസങ്ങളിലാണ് ഇങ്ങനെ നിയമം നടത്തേണ്ടത്. ഈ ജൂണിൽ 1% സ്വദേശിവൽക്കരണം നടപ്പാക്കിയോ എന്നറിയാനാണ് അടുത്ത മാസം മുതൽ പരിശോധന നടത്തുന്നത്. 2026-ലെ 2% കൂടി ചേർത്താൽ പദ്ധതിയുടെ ആദ്യഘട്ടമായ 10% സ്വദേശിവൽക്കരണം പൂർത്തിയാകും. ഈ വർഷം ഏപ്രിൽ വരെയുള്ള കണക്കനുസരിച്ച് സ്വകാര്യ മേഖലയിലെ 28,000 കമ്പനികളുമായി 1,41,00,000 സ്വദേശികൾ ജോലി ചെയ്യുന്നുണ്ട്. സ്വദേശിവൽക്കരണം വരും വർഷങ്ങളിൽ കൂടുതൽ വ്യാപിച്ചേക്കുമെന്നാണ് കരുതുന്നത്. സ്വദേശിവൽക്കരണം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സമയബന്ധിതമായി സ്വദേശിവൽക്കരണം പൂർത്തിയാക്കിയ കമ്പനികൾക്ക് സർക്കാർ സേവന ഫീസിൽ 80% ഇളവ് അനുവദിച്ചത്. ഇതിനു പുറമെ ടെൻഡറുകളിൽ മുൻഗണനയും നൽകും. അതിനാൽ വളരെ വേഗം സ്വദേശിവൽക്കരണം നടപ്പാക്കാൻ കമ്പനികൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വിദേശത്ത് കമ്പനികൾ തുടങ്ങുന്നവർ, അതായത് UAEയിലും മറ്റും കമ്പനികൾ തുടങ്ങുന്നവരുടെ അവസ്ഥ കുറച്ച് ദയനീയമാണ്. എന്നിരുന്നാലും ശ്രദ്ധിച്ചാൽ ദുഃഖിക്കേണ്ട. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.